അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം ക്രൈസ്തവ മതത്തിന്റെ കീഴിലാണ് അവരുടെ ഭൂപ്രദേശങ്ങൾ എങ്കിൽ തന്നെയും അവരുടെ സാമൂഹ്യ ജീവിതം അവരുടെ രാജാക്കന്മാരുടെ ഇച്ഛകൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വിധേയമായി മാത്രം കഴിച്ചുകൂട്ടാവുന്ന ഒരു സാഹചര്യമാണ് ആ പ്രദേശങ്ങളിലെല്ലാം നിലനിന്നിരുന്നത്. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യമാവട്ടെ അവിടെ സൗരാഷ്ട്ര മതക്കാരായിരുന്നു. അഗ്നിയാണ് അവരുടെ പ്രധാന ആരാധ്യ വസ്തു. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ രാജാക്കന്മാരെ വരെ ആരാധിക്കാൻ നിർബന്ധിതരായിരുന്നു എന്നാണ് ആ കാലഘട്ടം പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ അവസ്ഥയായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ഈ രണ്ട് പ്രധാന സാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭാരതമാണ്. ഭാരതം ആ കാലഘട്ടത്തിൽ മൗര്യവംശം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. മൗര്യ വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന കാലം എന്നാണ് ചരിത്രത്തിലുള്ള ഗണന. അതുപോലെ തന്നെ അത് പറയുമ്പോൾ ഭാരതത്തെ പറ്റി പറയുമ്പോൾ അന്നൊരു ഏകീകൃത ഭാരതം ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം. നാട്ടുരാജ്യങ്ങളായി ചിന്നിച്ചിതറി കിടക്കുന്ന വ്യത്യസ്തമായ ഭരണകൂടങ്ങൾ, രാജവംശങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ചേര രാജാക്കന്മാരുടെ കാലമായിരുന്നു. ചേര രാജാക്കന്മാരുടെ കാലം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാലമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മൗര്യവംശത്തിന്റെയും കേരളത്തിൽ ചേരവംശത്തിന്റെയും ഒക്കെ ഭരണം നടക്കുന്ന ഒരു കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന ആ കാലം. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു എന്നാൽ അവിടെ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ആൾക്കാരെ ക്രൂരമായി അടിച്ചമർത്തുകയും ആരണ്യ ബ്രാഹ്മണ്യം അത് അടിച്ചേൽപ്പിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിലൊക്കെ തികച്ചും പ്രാദേശികമായ ചില വടംവലികളും അംഗങ്ങളുമൊക്കെ നടക്കുന്ന കാലമായിരുന്നു. അന്നത്തെ രാജാക്കന്മാരിൽ അധികരും വൈഷ്ണവരോ അല്ലെങ്കിൽ ശൈവരോ ആയിരുന്നു. മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ മഹാശിവനെയോ ആരാധിക്കുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവർക്ക് വേണ്ടി പോർവിളി നടത്തുന്ന രാജാക്കന്മാരാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഇങ്ങനെ സാമൂഹ്യാന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഭാരതത്തിലെ സാമൂഹ്യാന്തരീക്ഷവും അത്ര തന്നെ ആശാവഹമായിരുന്നില്ല, അത്ര തന്നെ മെച്ചപ്പെട്ടതായിരുന്നില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളും റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളും പ്രാചീന ഭാരതത്തിലെ ഭൂപ്രദേശങ്ങളും എല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് ഭൂഗോളത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രദേശം അറേബ്യയാണ്. അറേബ്യയിലെ അവസ്ഥ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരവസ്ഥയായിരുന്നു. മേൽപ്പറഞ്ഞ സാമ്രാജ്യ ശക്തികൾ ആരും അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നില്ല, അവരവിടെ അധിനിവേശം സ്ഥാപിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ബഹ്റൈൻ, യമൻ തുടങ്ങിയ ചില അറബ് പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവിടെ ചില പ്രാദേശികമായ ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നു. അവിടുത്തെ ആ പ്രാദേശിക ഭരണകൂടങ്ങളാണ് അവിടുത്തെ ജനങ്ങളെ നയിച്ചിരുന്നത്. പക്ഷേ ആ പ്രാദേശിക ഭരണകൂടങ്ങൾ തന്നെ അവിടുത്തെ ജനങ്ങളെ വളരെ ക്രൂരമായിട്ടാണ് കൊണ്ടുപോയിരുന്നത്. വളരെ നിന്ദ്യമായ, വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ് ഇടപഴകിയിരുന്നത് എന്നത് തെളിയിക്കാൻ ധാരാളം ചരിത്രങ്ങളുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമെല്ലാം ആ ഭരണാധികാരികൾ തൽപരരായിരുന്നുവെങ്കിലും അവരുടെ തന്നിഷ്ടങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ തീർച്ചയായും അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ നിർബന്ധിതരായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ ക്രമമായിരുന്നു അറേബ്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അറേബ്യ അല്ലാത്ത മറ്റു പ്രദേശങ്ങളെല്ലാം വ്യത്യസ്ത ഭരണകൂടങ്ങളുടെ കീഴിലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നാം കണ്ടത്. എന്നാൽ അറേബ്യയിൽ അങ്ങനെ ഒരു ഏകീകൃത ഭരണ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അറേബ്യ എന്ന് പറയുമ്പോൾ അതിന്റെ പടിഞ്ഞാറു ഭാഗം ചെങ്കടലും സീനാ മരുഭൂമിയുമാണ്. അതിന്റെ കിഴക്കു ഭാഗമാണെങ്കിൽ അറേബ്യൻ ഉൾക്കടലാണ്. എന്നാൽ തെക്കുഭാഗം അറബിക്കടലും വടക്കുഭാഗം ഷാം നാടുകളുമാണ്. ഈ പ്രദേശം അറേബ്യൻ പെനിസുല എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ വിസ്തൃതി ഏകദേശം 30 ലക്ഷം ചതുരശ്ര മൈലാണ്. അതായത് അവരുടെ നാട്, അറബികളുടെ നാട് എന്ന് പറയുന്ന ഈ അറേബ്യ പൊതുവായി മെച്ചപ്പെട്ട കാർഷിക വൃത്തിക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രദേശമല്ല. മാത്രമല്ല അവിടുത്തെ കാലാവസ്ഥ തീർത്തും ഈർപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയാണ്. അവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം കുന്നുകളും മലകളും എല്ലാം നിറഞ്ഞ പ്രദേശമാണ്. അപ്പൊ ജനങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ സുഖകരമായ ഒരു അന്തരീക്ഷമായിരുന്നില്ല സത്യത്തിൽ അറേബ്യയ്ക്ക് ഭൂമിശാസ്ത്രപരമായി ഉണ്ടായിരുന്നത് എന്ന് നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതമാണെങ്കിലോ അവരുടെ സാമൂഹ്യ ജീവിതം
ഒരു നാഥനില്ലാ കളരി പോലെയായിരുന്നു അറേബ്യയുടെ ചരിത്രം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. AD 6-ാം നൂറ്റാണ്ടിന്റെ അറേബ്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, ഒരു ഏകീകൃതമായ ഒരു ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ യാതൊരു തരം നിയമങ്ങളും ഉണ്ടായിരുന്നില്ല, യാതൊരു തരം വിലക്കുകളും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും തനിക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാമായിരുന്നു, തനിക്ക് എന്ത് പ്രവർത്തിക്കണമോ അത് പ്രവർത്തിക്കാമായിരുന്നു, തനിക്ക് എന്ത് ആഗ്രഹിക്കണമോ അത് ആഗ്രഹിക്കാമായിരുന്നു, തനിക്ക് എന്ത് നേടിയെടുക്കണമോ അത് നേടിയെടുക്കാൻ ശ്രമിക്കാമായിരുന്നു. ഇങ്ങനെ സർവത്ര സ്വതന്ത്രന്മാരായി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് വേറെ ഒരു വലിയ കുഴപ്പം അവരുടെ ജീവിതത്തിൽ വന്നു. സ്വാഭാവികമായും അവർക്കിടയിൽ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അവയ്ക്കൊന്നും പരിഹാരം കാണാൻ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല, ഒരു കോടതി ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ അവരുടെ ഏക ആശ്രയം താങ്കളുടെ കയ്യൂക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളുടെ ചരിത്രം മുഴുവൻ ഏറ്റുമുട്ടലുകളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രമായി തീർന്നു. മൊത്തത്തിൽ അറബികളുടെ സാമൂഹികാവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു ഏകീകൃത ഭരണകൂടത്തിന്റെ അഭാവം, ആ അഭാവത്താൽ അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന കടുത്ത യുദ്ധങ്ങളും കലഹങ്ങളും. ഇനി സാമ്പത്തികമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ദൂര ദിക്കുകളിൽ പോയി ഷാം നാടുകൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ നാടുകൾ തുടങ്ങിയ നാടുകളിൽ പോയി കച്ചവടം ചെയ്ത് ഉപജീവനം കഴിക്കുകയല്ലാതെ മറ്റൊന്നും കഴിയുമായിരുന്നില്ല. അതാണെങ്കിലോ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ പാവപ്പെട്ട ആൾക്കാർ അതുകൊണ്ട് തന്നെ കാലികളെ മേച്ചും കാലികളെ വളർത്തിയും മാത്രം ജീവിതോപാധി കണ്ടെത്താൻ അവർ നിർബന്ധിതരായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും വളരെ വലിയ പരാജയത്തിലായിരുന്നു ആ സമൂഹം അന്ന് ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിനെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സുകൾ തീർച്ചയായും പറയേണ്ടി വരും. ആ കാലഘട്ടത്തിനെ ചരിത്രങ്ങളിലൂടെ അനാവരണം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സുകൾ സമ്മതിക്കേണ്ടി വരും. പ്രവാചകന്റെ നിയോഗം തീർച്ചയായും ഒരു ചരിത്രപരമായ നിയോഗം തന്നെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താളം തെറ്റിയ മാനുഷികത്തെ വീണ്ടും താളാത്മകമാക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ പ്രവാചകനെ ഏറ്റവും അധികം ചരിത്രത്തിന് താളപ്പിഴവുകൾ സംഭവിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നിയോഗിച്ചത് എന്ന് കണ്ടെത്താൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല.